ഈ പ്രാവശ്യം ലീവിന് പോയിട്ട് എന്താ പന്നീരെ വീഡിയോ ഇടാത്തുനിന്ന് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ജെഫിൻ വിളിച്ചു വെച്ചപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർക്കുന്നത്. കേട്ട പാതി കേൾക്കാത്ത പാതി കാർഡിലത്തെ സാബുജന്റെ അടുത്ത് പോയി 1.5 കിലോ പന്നി പിടിച്ചിട്ടോ. സയന്റിഫിക് വശമൊന്നും അറിയില്ലെങ്കിലും ഈ പന്നിയുടെ തൊലിയുടെ മേൽഭാഗം നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മച്ചി ഇങ്ങനെ ചെത്തിക്കളയാറുണ്ട് കേട്ടോ. വേണ്ട സാധന സാമഗ്രികൾ ചെറുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില, പിന്നെ അധികം വിളയാത്ത ഒരു കാമുറി തേങ്ങയും. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇങ്ങനെ ഇടിച്ചെടുക്കണോ. അതേപോലെ തേങ്ങ അതേപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി വെക്കുക. അപ്പൊ നമ്മുടെ സാധന സാമഗ്രികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ പന്നി ആദ്യം ഒരു കുക്കറിലേക്ക് എടുത്തിട്ട് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ട് ഒരു 2-3 വിസില് അത് ചെറിയ ഫ്ലെയിമിൽ കേൾപ്പിക്കുക. ഒരു ഉരുളിയെടുക്കുക, അടപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇടുക, ചുവന്നുമുളക്, പെരിഞ്ചീരകം, അതേപോലെ തന്നെ പട്ട, ഏലക്ക, ഇത്ര സംഭവങ്ങളിടുക, ബേ ലീവ്സ് ഇടുക, പിന്നെ അതേപോലെ നമ്മുടെ അരിഞ്ഞ ചെന്ന തേങ്ങ ഇടുക. നന്നായിട്ട് വടച്ച പിന്നെ നമ്മുടെ ഇടിച്ചു വെച്ചാണ് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും ഇട്ട് കൊടുക്കുക. നന്നായിട്ടാണ് വഴറ്റുക. നമ്മുടെ അങ്കമാലി കാരടി താന്നിപ്പുഴ ഭാഗത്തൊക്കെ പല പല രീതിയിൽ പന്നി വെക്കുന്നവരുണ്ടോ. ഇത് നമ്മുടേതായിട്ടുള്ള രീതിയാണ് കേട്ടോ. കൂടി മല്ലിപ്പൊടി, ഗരം മസാല ഇത്ര മാത്രമേ ചേർക്കുള്ളൂ. പിന്നെ പന്നിയുടെ സ്റ്റോക്കും കുറച്ച് ഒഴിച്ചെടുക്കുന്നുണ്ട്. വേവിച്ച പന്നി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. ഈ പന്നിയുടെ സ്റ്റോക്ക് ഒഴിക്കുന്നത് ഓപ്ഷനിലാട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുള്ള ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ട് ചൂടുള്ള ഒഴിച്ചെടുത്തിട്ട് ഈ സംഭവം നേരെ നമ്മുടെ പന്നിമേക്കാണ്ട് പിടിക്കണം. നമ്മുടെ ഇട്ട മസാലകളൊക്കെ പിന്നെ നല്ല കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. വീണ്ടും നന്നായിട്ടാണ് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരട്ടി എടുക്കണം കേട്ടോ. ഫൈനലി പന്നി ഈ ഒരു സിറ്റുവേഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഇളക്കി എടുത്തിട്ട് ഒരു കയ്യിൽ ഇതിങ്ങനെ പൊക്കി നോക്കുക. അപ്പോൾ അത് ഈ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സംഭവം സക്സസ് ആയിട്ട് ഒന്നും നോക്കാനില്ല, കിടിലനായിരിക്കും. ഇനി ഒന്നും ഇതിൽ ചെയ്യാനില്ല. കുറച്ച് നേരം അടച്ചു വെക്കുക. അതിനുശേഷം നമ്മുടെ കൊറിയൻഡർ ലീഫ്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ഇങ്ങനെ വട്ടത്തിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു പ്ലേറ്റ് എടുക്കുക. അതിൽ നിന്ന് ഒരു സ്പൂൺ ഇങ്ങനെ കോരി എടുക്കുക. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ വായിലേക്ക് വയ്ക്കുക. പന്നി കഴിക്കാത്തവരുണ്ടെങ്കിൽ ക്ഷമിക്കുക. പന്നി കഴിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം ഒന്നാന്തരം ആയിരിക്കും കേട്ടോ, ഒന്നും പറയാനില്ല.